കെ മാപ്പ് എന്ന് പറയുന്നത് നോർമലി നമ്മളൊരു ബൂളിയൻ എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു ബൂളിയൻ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ലോസ് ഉപയോഗിച്ചിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ആ ടൈമിൽ ഉണ്ടാകുന്നൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ കുറച്ചുകൂടി ടൈം കൺസ്യൂമിംഗ് ആണ്. അതേപോലെ നമ്മളെല്ലാ ലോസും ഓർമ്മിച്ച് വെക്കണം. അപ്പോൾ ചെയ്യുമ്പോൾ എററൊക്കെ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ പ്രോബ്ലത്തിനൊക്കെ കെ മാപ്പ് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും, കുറച്ച് കൊണ്ടുവരും. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം, ബൂളിയൻ എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കെ മാപ്പ് ഉപയോഗിക്കുന്നത്. കെ മാപ്പ് എന്ന് പറഞ്ഞാൽ കാർനോട്ട് മാപ്പ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. അത് കണ്ടുപിടിച്ചിട്ടുള്ള സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ അത് അറിയപ്പെടുന്നേ ഉള്ളൂ. അപ്പോൾ കെ മാപ്പ് എന്താണെന്ന് പറയുന്നതിൻ്റെ മുന്നേ അത് രണ്ട് ഡിഫറെൻറ്റ് ടേമുകൾ നമ്മൾ ഓർത്തിരിക്കണം. ഒന്ന് സോപ്പ്, മറ്റൊന്ന് പോസ്. സോപ്പ് എന്ന് പറഞ്ഞാൽ സം ഓഫ് പ്രൊഡക്റ്റും POS എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് സമ്മും. അതെന്താവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ സം ഓഫ് പ്രൊഡക്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ടേമിനെയും വിളിക്കുന്ന പേര് മിൻ ടേം എന്നാണ്. അതിന് നമ്മൾ സ്മോൾ ലെറ്റർ M എന്ന് വിളിക്കും, മിൻ ടേം. ഓക്കെ. അതേപോലെ തന്നെ വേറെ ലെറ്റർ ഉപയോഗിക്കുകയും ചെയ്യും. അതിനെ നമ്മൾ സിഗ്മ എന്നാണ് വിളിക്കുക. ഇനി പ്രൊഡക്റ്റ് ഓഫ് സമ്മിലാണെങ്കിൽ ഇവിടെ മിൻ ടേം ആണെങ്കിൽ ഇവിടെ മാക്സ് ടേം, ഇവിടെ സ്മോൾ ലെറ്റർ M ആണെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ M, ഇവിടെ നമ്മൾ ഉപയോഗിച്ച സിഗ്മ ആണെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുക പൈ എന്നുള്ളൊരു ലെറ്ററാണ് നമ്മളതിനെ ഉപയോഗിക്കുക. ഇനി എന്താണ് ഈ സം ഓഫ് പ്രൊഡക്റ്റ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇത് നോക്കിയേ, ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ ഇത് സം ഓഫ് പ്രൊഡക്റ്റാണ്. സം ഓഫ് പ്രൊഡക്റ്റിൻ്റെ സം. ഇവിടെ നോക്കിയേ, രണ്ട് പ്രൊഡക്റ്റ് ഉണ്ട്. A×B ഒരു പ്രൊഡക്റ്റ്, A×B കോംപ്ലിമെൻറ്റ് അടുത്ത പ്രൊഡക്റ്റ്. ആ രണ്ട് പ്രൊഡക്റ്റിനെ സം ചെയ്തു. അതാണ് സം ഓഫ് പ്രൊഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെയോ പ്രൊഡക്റ്റ് ഓഫ് സം A+B എന്ന് പറയുന്ന ഒരു സമ്മാണ്. A കോംപ്ലിമെൻറ്റ് പ്ലസ് B കോംപ്ലിമെൻറ്റ് അടുത്ത സമ്മാണ്. രണ്ട് ഡിഫറെൻറ്റ് സമ്മിൻ്റെ പ്രൊഡക്റ്റാണ് എന്ത്? A+B ഇൻറ്റു A കോംപ്ലിമെൻറ്റ് പ്ലസ് B കോംപ്ലിമെൻറ്റ്. രണ്ട് ഡിഫറെൻറ്റ് സമ്മിൻ്റെ പ്രൊഡക്റ്റ്. അതാണ് പ്രൊഡക്റ്റ് ഓഫ് സം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി എനിക്കിപ്പോൾ നോർമലി നമുക്ക് COAൻ്റെ അകത്ത് അല്ലെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ അകത്ത് ഇപ്പോൾ AB കോംപ്ലിമെൻറ്റ് എന്നൊക്കെ തന്നാൽ നമുക്കതിനെ 0 and 1s ഫോമാറ്റിൽ എഴുതാൻ പറ്റുമല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ രണ്ട് വേരിയബിൾ ആണെങ്കിൽ മാക്സിമം 4 പോസിബിലിറ്റി, 0 0 0 1 1 0 1 1 ഇങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ സം ഓഫ് പ്രൊഡക്റ്റിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ കെ മാപ്പ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എവിടെയാണോ നമ്മളൊരു ലെറ്റർ കാണുന്ന B, അതിനെ നമ്മൾ 1 ആണ്. B മീൻസ് 1 എന്നാണ്. B കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ 0 എന്നാണ്. അപ്പോൾ ബീനെയും B കോംപ്ലിമെൻറ്റിൻ്റെ സ്ഥാനത്ത് എന്തും വരാം. പക്ഷെ കോംപ്ലിമെൻ്റ് ആണെങ്കിൽ 0 ആയിരിക്കും, അല്ലാതെ ആണെങ്കിൽ 1 ആയിരിക്കും. ഇതിന് നേരെ റിവേഴ്സ് ആയിരിക്കും നമ്മൾ എന്തിൽ യൂസ് ചെയ്യുക, അടുത്തതിൽ യൂസ് ചെയ്യുക, പ്രൊഡക്റ്റ് ഓഫ് സമ്മിൽ. അതായത് കോംപ്ലിമെൻ്റ് ആണെങ്കിൽ ഇവിടെ 0 ആണെങ്കിൽ POSൽ നമ്മൾ ഉപയോഗിക്കുക 1 ആണ്, Bക്ക് നമ്മൾ 0 ഉപയോഗിക്കും. ഓക്കെ. ഇനി കെ മാപ്പിൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോക്സ് വരച്ച് ഓരോ സ്ക്വയർ ആക്കി എഴുതുക എന്നുള്ളതാണല്ലോ. ഇതൊരു എക്സാമ്പിളാണ്. ഇത് സ്ക്വയർ ഉണ്ടാവും. ആ സ്ക്വയറിൻ്റെ അകത്ത് നമ്മളൊരു ലെറ്ററിനെ ഒരു ഡിജിറ്റിനെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതിൻ്റെ കോമ്പിനേഷൻ എടുത്തിട്ടാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത്. അതിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് മാർക്ക് ചെയ്യണമല്ലോ, അല്ലേ? സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ മാർക്ക് ചെയ്യണം. ഓക്കെ. അപ്പോൾ സം ഓഫ് പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് 1 വെച്ചിട്ടായിരിക്കും. പ്രൊഡക്റ്റ് ഓഫ് സം ആണെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് 0 വെച്ചായിരിക്കും. എന്ന് വെച്ചാൽ ഈ ഒരു എക്സാമ്പിൾ എടുക്കുക. ഇപ്പോൾ AB കോംപ്ലിമെൻറ്റ് ഇവിടെ ഉണ്ട്. ഇതിലേക്ക് വരാം, ഈ എക്സാമ്പിളിലേക്ക് വരാം. ഇനി പറഞ്ഞ ഈ ഒരു പോയിന്റ് മാത്രം ക്ലിയർ ചെയ്യണേ. ഇപ്പോൾ AB കോംപ്ലിമെൻ്റ് എന്ന് പറയുകയാണ്, AB കോംപ്ലിമെൻറ്റ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ എവിടെയോ ഈ 4 സ്ക്വയറിൻ്റെ അകത്ത് ഏതോ ഒരു സ്ക്വയർ ആണ് ഏതോ ഒരു ബോക്സാണ് AB കോംപ്ലിമെൻറ്റ്. ആ AB കോംപ്ലിമെൻറ്റ് ഏതാണെങ്കിലും അവിടെ ഞാൻ മാർക്ക് ചെയ്യേണ്ടത് 1 ആണോ 0 ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഈ തന്നിട്ടുള്ള എക്സ്പ്രഷൻ സോപ്പാണോ പോസാണോ നോക്കിയിട്ടാണ്. ഇതിപ്പോൾ സോപ്പല്ലേ, അല്ലേ? നോക്കിക്കേ, സം ഓഫ് പ്രൊഡക്റ്റിൻ്റെ സം ഓഫ് പ്രൊഡക്റ്റാണ്. AB കോംപ്ലിമെൻ്റ് ഇവിടെ എവിടെയാണെങ്കിലും ഞാൻ മാർക്ക് ചെയ്യുക 1 വെച്ചിട്ടാണ്. എന്നാൽ ഇതൊരു പോസ് ആയിരുന്നെങ്കിലോ ഞാൻ മാർക്ക് ചെയ്യേണ്ടിയിരുന്നത് എന്ത് വെച്ചിട്ടായിരുന്നേനെ? 0 വെച്ചിട്ടായിരുന്നേനെ. ഇതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. ഇനി 2 വേരിയബിൾ കെ മാപ്പ് ഉണ്ട്, 3 വേരിയബിൾ 4 വേരിയബിൾ ഒക്കെ ഉണ്ട്. എൻ്റെ ഒരു തോന്നൽ ശരിയാണെങ്കിൽ 4 വേരിയബിൾ വരെയായിരിക്കും മാക്സിമം പഠിക്കാനുണ്ടാവുക. എന്നാൽ ഏറ്റവും മാക്സിമം കെ മാപ്പ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് 6 വേരിയബിൾ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാനിതാ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കാം. ഇത് 2 വേരിയബിൾ കെ മാപ്പാണ്.
എങ്ങനെ ഇത് 2 വേരിയബിൾ കെ മാപ്പാണെന്ന് എനിക്ക് മനസ്സിലായത്? സോൾവ് ചെയ്യേണ്ടത് 2 വേരിയബിൾ കെ മാപ്പ് ഉപയോഗിച്ചിട്ടാണെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? എ ബി ഇപ്പോൾ 2 വേരിയബിൾ അല്ലേ ഉള്ളൂ, അതുകൊണ്ടത് 2 വേരിയബിൾ. ഓക്കെ, അപ്പോൾ 2 വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ എയും ബിയും ആണ് എടുത്തതെങ്കിൽ മാക്സിമം എത്ര കോമ്പിനേഷൻസ് ഉണ്ടാവും? 4 കോമ്പിനേഷൻസ് അല്ലേ ഉണ്ടാവുള്ളൂ. 0 0 0 1 1 0 1 1. ഓക്കെ, അതുകൊണ്ട് ഞാൻ എന്ത് വരച്ചു? ഞാൻ 4 ബോക്സ് വരച്ചു. അതിനുശേഷം ഞാനിവിടെ എ എന്ന് എഴുതി, ബി എന്ന് എഴുതി. അതിൻ്റെ മീനിങ് ഇങ്ങോട്ടുള്ളതൊക്കെ എനിക്ക് ബീനെ റെപ്രസെൻറ്റ് ചെയ്യാനും ഇങ്ങോട്ടുള്ളതൊക്കെ എനിക്ക് എനെ റെപ്രസെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇതെനിക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാം. ബി എ എന്ന് എഴുതാം. എക്കും ബിക്കും പകരം ഇവിടെ ഇപ്പോൾ എയും ബിയും തന്നുകൊണ്ടാണ് ഞാൻ എയും ബിയും എടുത്ത്. അതിവിടെ ബി എന്ന് എഴുതാം, ഇവിടെ എ എന്ന് എഴുതാം, നോ പ്രോബ്ലം, അതൊന്നും പ്രശ്നമല്ല. ഓക്കെ, ഇനി എൻ്റെ ചോദ്യം ഇവിടെ നോക്കി, എയും ബിയും. എക്കാകെ 2 വാല്യൂ ഉള്ളൂ, 0 ഉണ്ട് 1 ഉണ്ട്. ബിക്കും 0 ഉണ്ട് 1 ഉണ്ട്. അതുകൊണ്ട് എ ആണ് ഇങ്ങോട്ടേക്കുള്ളത്. അപ്പോൾ ഒന്നിന് 0 എന്ന് എഴുതി, ഒന്നിന് 1 എന്ന് എഴുതി. നോർമലി ആദ്യത്തതിന് 0യും രണ്ടാമത്തെ 1. മുകളിലും അതേപോലെ ആദ്യത്തിന് 0യും രണ്ടാമത്തെ 1. ഇനി നോക്കിക്കേ, ഇത് ഏത് ടൈപ്പ് എക്സ്പ്രഷനാണെന്നാണ് പറഞ്ഞത്? ഇത് സം ഓഫ് പ്രൊഡക്റ്റ് അല്ലേ? സം ഓഫ് പ്രൊഡക്റ്റ്, 2 പ്രൊഡക്റ്റിൻ്റെ സമ്മാണ് സം ഓഫ് പ്രൊഡക്റ്റ്. അപ്പോൾ ഒന്നിക്കെ നമുക്ക് ഈ രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കാം ചോദിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞു സോപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി സിഗ്മ ഉപയോഗിക്കുന്നു. സിഗ്മ ഓഫ് മിൻ ടേം ആണെന്ന് കാണിക്കാൻ സ്മോൾ ലെറ്റർ എം. അപ്പോൾ സിഗ്മ മിൻ ടേം ഓഫ് 0,2. ഈ എഴുതിയതിനെ വേണമെങ്കിൽ എനിക്ക് ഈ രീതിയിലും എഴുതാം. അപ്പോൾ മേ ബി ക്വസ്റ്റ്യൻ ഇങ്ങനെയും ആയിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇനി ഞാനിതെങ്ങനെയാണ് എഴുതുക എന്നാണ് ഞാൻ പറയുന്നത്. ശരി, ഇവിടെ നോക്കിയേ, ഇവിടെ 0 എഴുതി, ഇവിടെ 0 എഴുതി. അപ്പോൾ 0 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലേ? ഇങ്ങനെയല്ലേ വരിക? സോറി, 0 0 എന്ന് പറഞ്ഞാൽ 0 അല്ലേ? 1 2 3 ഇങ്ങനെയല്ലേ വരിക? അപ്പോൾ 0 0 0 0 1 1 1 0 2 1 1 1. സോറി, എന്താ ഞാൻ പറഞ്ഞത്? 0 0 0 0 1 1 1 0 2 1 1 3. അങ്ങനെയാണല്ലോ. ഇതാ ഞാൻ ഈ ബോക്സ് എഴുതിയത്. ഞാനിതാ ഈ ബോക്സിൻ്റെ റൈറ്റ് കോർണറിൽ ചെറുതാക്കി എഴുതി എന്നുള്ളതേ ഉള്ളൂ. ശരി, ഇനി അത് സിംപ്ലിഫൈ ചെയ്യാൻ പോവാം. എ ബി കോംപ്ലിമെൻറ്റ്. എ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ 4 ബോക്സിൽ എവിടെയാണ് വരുന്നത് നോക്കുക. എ ബി കോംപ്ലിമെൻറ്റ് ഇവിടെയാണല്ലോ വരുന്നത്. എ ബി കോംപ്ലിമെൻറ്റ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ മിൻ ടേമിൻ്റെ അകത്ത് നമ്മൾ എന്ത് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യാന്ന് പറഞ്ഞു? 1 വെച്ചിട്ടാണ് മാർക്ക് ചെയ്യാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിവിടെ 1നെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ഞാൻ നോക്കി, എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ്, എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് ഇവിടെ വരും. അപ്പോൾ ഞാനിവിടെ 1 എഴുതി. ഇനി എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ രണ്ടിടത്തും 0 വെച്ചിട്ട് മാർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഒന്നും മാർക്ക് ചെയ്യാതെ ചുമ്മാ ഇടാം. 0 വെച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആരെ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ? 1നെ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്നും എഴുതാതിരിക്കുന്നതായിരിക്കും നന്നാവുക. ഇതിന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ടത്, ഇതിനെ ഞാൻ ഗ്രൂപ്പ് ചെയ്യാണ് വേണ്ടത്. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2ൻ്റെ പവർ വെച്ചിട്ട് മാത്രമേ ഗ്രൂപ്പ് ചെയ്യാൻ പാടുള്ളൂ. അതായത് എനിക്കിപ്പോൾ 2 0 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. 2 1 2 2 4 2 3 8 ഈ രീതിയിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഗ്രൂപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ. 2 4 16 ഈ രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രൂപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പം ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നോക്കിയേ 2 0 = 1. അപ്പോൾ 1നെ വെച്ചിട്ട് എപ്പോഴും എനിക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. 1നെ മാത്രം വെച്ചിട്ട് എനിക്ക് ഏത് കേസിലും ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നോക്കേണ്ടത് ഏറ്റവും മാക്സിമത്തിൽ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ 4 വേരിയബിൾ കെ മാപ്പ് വരെയല്ലേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും മാക്സിമം എത്ര വരെ വരുള്ളൂ? 16 വരെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാനേ പറ്റുള്ളൂ നമുക്ക്. ഏറ്റവും മാക്സിമത്തിലാണ് പറയുന്നത്. ഏറ്റവും മാക്സിമത്തിൽ നിന്ന് താഴോട്ടേക്ക് നോക്കണം. അപ്പോൾ ഞാനൊരു കെ മാപ്പ് ഒന്ന് വരച്ച് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താ? എനിക്ക് 16 വെച്ച് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ 8 വെച്ച് പറ്റുമോ? ഇല്ലേ 4 വെച്ച് പറ്റുമോ? ഇല്ലെങ്കിൽ 2 വെച്ച് പറ്റുമോ? ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ എന്തിനെപ്പറ്റി ചിന്തിക്കാൻ പാടുള്ളൂ? 1നെ പറ്റിയിട്ട് ചിന്തിക്കാൻ വേണ്ടി പാടുള്ളൂ. ഈ ഒരു എക്സാമ്പിൾ ഞാൻ നോക്കി. ഇതിലെനിക്ക് 2നെ വെച്ചിട്ട് മാപ്പ് ചെയ്യാൻ പറ്റുമോ? ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഈ 2നെ വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ തോന്നുന്നപടി നമുക്ക് എവിടെയെങ്കിലും ഉള്ള 2നെ പിടിച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊന്നും പറ്റില്ല. ഇപ്പോൾ ഒരു 1 ഇവിടെയും ഒരു 1 ഇവിടെയുള്ള ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇങ്ങനെയൊന്നും മാർക്ക് ചെയ്യാനോ ഗ്രൂപ്പ് ചെയ്യാനോ ഒന്നും പറ്റുമായിരുന്നില്ല. ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റൻ്റ് ആയിരിക്കണം. ഒന്നിക്കെ ഇവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഈ 2 വേരിയബിൾ കെ മാപ്പിൽ അത്രയും നമുക്ക് പോസിബിലിറ്റി ഉള്ളൂ. ഒന്നിക്ക് ഇങ്ങനെ ആവണം, അല്ലെ ഇങ്ങനെ ആവണം, അല്ലെ ഇങ്ങനെ ആവണം,
അല്ലെങ്കിൽ ഇങ്ങനെ ആവണം. 2 വേരിയബിളിൽ അതേ പോസിബിലിറ്റി ഉള്ളൂ. 3 വേരിയബിളിലൊക്കെ ആകുമ്പോൾ നമുക്കിതല്ലാത്തൊരു പ്ലസ് ഒരു എക്സ്ട്രാ കേസ് കൂടെ പറയാനുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി, ഇത് 2 എണ്ണം ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഞാൻ ഇയാളൊരു ഗ്രൂപ്പാക്കി മാറ്റി. ഇതിനെ വേണമെങ്കിൽ എനിക്ക് സിംഗിൾ ഗ്രൂപ്പ് ആക്കാമായിരുന്നു, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ഏറ്റവും മാക്സിമത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ നോക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് എനിക്കൊരു ഗ്രൂപ്പാക്കി. ശരി, ഇനി അത് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണേ. ഞാനിത് ഇതിനെടുത്തു. ഇതിൽ മാറാത്ത നിൽക്കുന്ന ഏതാണോ അത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ ഇങ്ങേ സൈഡിലേക്ക് നോക്കുക. ഇവിടെ 0 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ഫിക്സഡ് ആണോ? അല്ല, മാറുന്നുണ്ട്. ഒരിടത്ത് 0, ഒരിടത്ത് 1. അപ്പം മാറുന്നുണ്ട്. അപ്പോൾ ഇതിനെ രണ്ടിനെ ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല? കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഞാൻ മുകളിലേക്ക് നോക്കുക. ബി കോംപ്ലിമെൻറ്റ് മാത്രമല്ലേ ഉള്ളൂ. ഈ ഒന്നാമത്തെ 1നും ബി കോംപ്ലിമെൻറ്റ് കോമൺ ആണ്, രണ്ടാമത്തെ 1നും ബി കോംപ്ലിമെൻറ്റ് കോമൺ ആണ്. അതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ടായിട്ട് ആൻസറായിട്ട് വരിക എന്താ? ആൻസറായിട്ട് വരിക ബി കോംപ്ലിമെൻ്റ് എന്നുള്ളത് മാത്രമാണ്. എങ്ങനെ ഞാൻ എടുത്ത ഇത് നോക്കി, മാറാത്തത് മുകളിലും സൈഡിലും നോക്കി. മാറാത്തത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. സൈഡിൽ നോക്കുമ്പോൾ രണ്ടും മാറുന്നുണ്ട്, സോ എടുക്കാൻ പാടില്ല. മുകളിൽ ഫിക്സഡ് ആണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അതിനെടുത്തു. ഓക്കെ, ഇനി ഇപ്പോൾ എം ഓഫ് 0,2 എന്നാണെങ്കിൽ ഇത് തന്നെ ആൻസർ വന്നേനെ. ഇതാ 0ൽ 1നെ റെപ്രസെൻറ്റ് ചെയ്തു, 2ൽ ഞാൻ 1നെ റെപ്രസെൻറ്റ് ചെയ്തു. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, ഇതും സം ഓഫ് പ്രൊഡക്റ്റ് തന്നെയല്ലേ. എ ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റാണ്, എ കോംപ്ലിമെൻ്റ് ബി എന്ന് പറഞ്ഞാൽ അടുത്ത പ്രൊഡക്റ്റാണ്. അപ്പോൾ രണ്ട് പ്രൊഡക്റ്റിൻ്റെ സം. അതിനല്ലാത്ത രീതിയിൽ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് 1,2. എം ആയതുകൊണ്ട് മിൻ ടേം ആണ്, എമ്മും സിഗ്മയും ഉള്ളതുകൊണ്ട് മിൻ ടേം ആണെന്ന് മനസ്സിലായി, സോപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ 1 വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്? മാർക്ക് ചെയ്യേണ്ടത്. എ ബി കോംപ്ലിമെൻറ്റ്, എ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വരും. എ ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ശരി, ഇനി എ കോംപ്ലിമെൻറ്റ് ബി, എ കോംപ്ലിമെൻറ്റ് ബി, എ കോംപ്ലിമെൻറ്റ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെയും വരും. ഓക്കെ അല്ലേ? 1,2 സോറി, എ കോംപ്ലിമെൻറ്റ് ബി എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ശരി, 1,2. ഓക്കെ, ഇവിടെ 1, ഇവിടെ 2, 1,2 എന്നുള്ള രീതിയിൽ വന്നു. ഇനി എനിക്കിതിനെ ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ട 2 വെച്ച് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അതായത് 2 വേരിയബിൾ കെ മാപ്പിൽ ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ട 4 വെച്ച് മാപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ്. അത് പറ്റില്ല. 2 വെച്ച് മാപ്പ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കാരണവശാലും മാപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ മുന്നേ പറഞ്ഞു. അപ്പോൾ ഇത് ഇവിടെ എനിക്ക് എന്ത് വെച്ച് മാത്രമേ മാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ? 1 വെച്ച് മാത്രമേ മാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ 1 വെച്ചിട്ട് മാപ്പ് ചെയ്തു. ശരി, ഇനി ഇതിൻ്റെ സിംപ്ലിഫൈഡ് ഫോം ഞാൻ എഴുതുക. ഇങ്ങോട്ടേക്ക് എ ആണ്, മേലേക്ക് ബി കോംപ്ലിമെൻ്റ് ആണ്, മാറുന്നില്ല. സോ എ ബി കോംപ്ലിമെൻറ്റ് പ്ലസ്, ഇനി ഇവിടെ എ കോംപ്ലിമെൻ്റ് ആണ്, തൊട്ട് മുകളിൽ ബി ആണ്, എ കോംപ്ലിമെൻറ്റ് ബി. ഇതും ക്വസ്റ്റ്യനും നോക്കി നോക്കുക, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. അതിൽ നിന്ന് എനിക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് ഏറ്റവും മാക്സിമം സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോമിലാണ് ഉള്ളത്. ഇതിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇനി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഞാൻ ഈ എക്സാമ്പിൾ എടുത്ത് കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇതിനൊരിക്കലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാണ് സോപ്പ്. ഇനി പോസിൻ്റെ കേസ് നോക്കാം. പോസ് നോക്കിക്കേ, ഇത് പ്രൊഡക്റ്റ് ഓഫ് സം അല്ലേ? സോറി, സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് സം അല്ലേ? യെസ്, പ്രൊഡക്റ്റ് ഓഫ് സം. അതെ, 2 സമ്മിൻ്റെ പ്രൊഡക്റ്റ് അല്ലേ ഇത്? എ പ്ലസ് ബി ഉണ്ട്, എ പ്ലസ് ബി കോംപ്ലിമെൻ്റ് ഉണ്ട്. ഒരു സമ്മ്, രണ്ടാമത്തെ സം. സോ പ്രൊഡക്റ്റ് ഓഫ് സം, 2 സമ്മിൻ്റെ പ്രൊഡക്റ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപിറ്റൽ ലെറ്റർ എം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സ് ടേം ആണ്, അല്ലെങ്കിൽ എനിക്കിതിനെ പൈ ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ലേ നമ്മളിവിടെ പറഞ്ഞത്? മാക്സ് ടേം ക്യാപിറ്റൽ എം, പൈ, അതേപോലെ തന്നെ സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് സമ്മ്, 2 സമ്മിൻ്റെ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി ആണെങ്കിൽ 0, ബി കോംപ്ലിമെൻ്റ് ആണെങ്കിൽ 1. മാർക്ക് ചെയ്യേണ്ടത് എപ്പോഴും 0 വെച്ചിട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, ഇവിടെ നോക്കുകയാണേ, എ പ്ലസ് ബി, എ പ്ലസ് ബി ഇവിടെയാണല്ലോ വരുന്നത്. എ പ്ലസ് ബീൻ്റെ കേസിൽ ഞാൻ എന്ത് വെച്ചാൽ മാർക്ക് ചെയ്യുന്നത്? 0 വെച്ചിട്ട്. എന്തുകൊണ്ടാണ്? ഇത് പോസ് ആയതുകൊണ്ടാണേ. ഇനി എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ്, എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് ഇവിടെ വരും. അപ്പോൾ ഞാനിവിടെ 0 വെച്ചിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി 2 എണ്ണം ഉണ്ടോ? 4 എണ്ണം ഉണ്ടോ? ഇല്ല. 2 എണ്ണം ഉണ്ടോ? ഉണ്ട് അല്ലേ. 2 എണ്ണം ഉള്ളതുകൊണ്ട് ഞാനിവിടെ മാർക്ക് ചെയ്തു.
ഇനി മാറാത്തത് നോക്കണം. മുകളിൽ രണ്ടും മാറുന്നില്ലേ, ഒന്ന് ബി ആണ് ഒന്ന് ബി കോംപ്ലിമെൻ്റ് ആണ്, സോ എടുക്കാൻ പാടില്ല. ഇങ്ങോട്ടേക്ക് നോക്കി മാറാത്തത് ഉണ്ടോ, ഉണ്ട് അല്ലേ, എ ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസറായിട്ട് വരിക എന്താണ്, എ ആണ്. ഇനി പൈ ഓഫ് എം ഓഫ് 0,2 എന്നാണെങ്കിലും 0,1 എന്നാണെങ്കിലും ഇവിടെ. ഇനി അടുത്തതിൽ ഞാൻ എക്സ്പ്രഷൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് എക്സ്പ്രഷൻ എഴുതാൻ പ്രശ്നമൊന്നുമില്ല. ഇവിടെ എന്താ ഉള്ളത്, 0, 1, 2 0, 1, 2. അപ്പോൾ 0, 1, 2, അതായത് 0 ഉള്ള സെല്ലിൽ 0, 1 ഉള്ള സെല്ലിൽ 0, 2 ഉള്ള സെല്ലിൽ 0 ഞാൻ റെപ്രസെൻ്റ് ചെയ്തു. ഇതുവരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ 3 ആൾക്കാരുണ്ട് അല്ലേ. പക്ഷെ 3 ആൾക്കാർ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടോ, ഇല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, 2ൻ്റെ പവർ മാത്രം. അപ്പോൾ 3 എന്ന് പറഞ്ഞാൽ 2ൻ്റെ പവറാണോ, അല്ല. അപ്പോൾ 3 വെച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ എനിക്ക് വഴിയൊന്നുമില്ല. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാം, 2 വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. സോ ഞാൻ ആദ്യം ഇയാളെ 2 പേരെയും എടുത്തു. 2 പേരെയും എടുത്തപ്പോൾ മേലെയുള്ളത് മാറിയിട്ടുണ്ട്, പക്ഷെ ഇവിടെയുള്ളത് മാറിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് എഴുതി വെച്ചു, എ എന്നുള്ളത് എഴുതി വെച്ചു. ശരി, ഇനി ഞാൻ ഇവിടെ നോക്കി, ഇയാളെ 2 ആൾക്കാരെയും എനിക്ക് എന്ത് ചെയ്യാം, ചുമ്മാ ഒരു ഗ്രൂപ്പാക്കി വെക്കാം. ഇയാളെ 2 ആൾക്കാരെയും എനിക്ക് ഒരു ഗ്രൂപ്പാക്കി വെക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇയാളെ 2 ആൾക്കാരെയും കൂടെ ഒരു ഗ്രൂപ്പാക്കി. ശരി, ഇനി ഇവിടെ ഞാൻ നോക്കി, ഇത് രണ്ടും മാറുന്നുണ്ടല്ലോ, മുകളിൽ മാറുന്നില്ലല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്താ, എ ബി. ഓക്കെ, എന്താ ഞാൻ ഇവിടെ ചെയ്തത്, മാക്സിമം 2 ആൾക്കാർ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഗ്രൂപ്പ് ആക്കണം. അവർ മറ്റൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ളതൊന്നും എന്തല്ല, നമുക്ക് പ്രോബ്ലം അല്ല. അപ്പോൾ ആദ്യം ഞാൻ ഇയാളെ ഗ്രൂപ്പാക്കി, മുകളിലത് രണ്ടും മാറുന്നതുകൊണ്ട് ഞാൻ ഇവിടുന്ന് എനെ മാത്രം എടുത്തു, ഞാൻ എഴുതി. ഇനി ഇത് രണ്ടിനെയും ഞാൻ ഗ്രൂപ്പ് എടുത്തു. ഈ 0 ആദ്യം ഇയാളുടെ ഭാഗമായിരുന്നു, നോ പ്രോബ്ലം. പക്ഷേ ഇവിടെ രണ്ടിടത്തും മാറുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ബി എടുത്തു. എ ബി എന്നുള്ള രീതിയിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ആൻസർ എടുത്തിട്ടുള്ളത്. തൊട്ട് മുന്നേയുള്ള കേസ് നോക്കിക്കേ, ഞാനതിൻ്റെ നടുവിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് പ്ലസ് ആയിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ എന്താ മാർക്ക് ചെയ്തിട്ടുള്ളത്, ഇൻറ്റു. എ ഇൻറ്റു ബി എന്നുള്ളതാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് 2 വേരിയബിൾ ക്യാം ആപ്പ്.